ഇപ്പോൾ ജയസൂര്യ ഇപ്പം അടുത്തൊരു കുറച്ച് മുമ്പ് വെള്ളം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതിൽ ഭയങ്കര ഒരു ഡയലോഗുണ്ട്, ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അപ്പോൾ ഇപ്പോൾ ആളുകൾ കുറേ വ്യക്തികൾ കരുതുന്നത് ഒരാളേനെ എന്താ പറയുക ഇൻസൾട്ട് ചെയ്താലാണ് അവർ ആ ഇൻസൾട്ടിനെതിരായിട്ട് വിജയിച്ച് വരും, അങ്ങനെയാണ്. അപ്പോൾ ഇൻസൾട്ടൊക്കെ കിട്ടിയ ആൾക്കാർ മാത്രമേ ലൈഫിൽ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു പണ്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. ഒരാളെ ബുദ്ധിമുട്ടിലൂടെ കടത്തി വിട്ടാലേ, അല്ലെങ്കിൽ എന്താ പറയുക പണ്ട് സ്കൂളിലേക്ക് നടന്നു പോയവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ, കടന്നു വന്നാൽ കഷ്ടപ്പാട് അനുഭവിച്ചവരെ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ എന്നൊക്കെയുള്ള സാധനത്തിൻ്റെ വേറൊരു വേർഷനാണ്. അതിപ്പോൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സാധനമാണ്. ക്ലയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ട്. അത് ശരിക്കൊരു വളരെ നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിന് അങ്ങനെ ഒരു നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ. പക്ഷേ പൊതുവെ പ്രാക്ടീസിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഈ കുട്ടികൾ ചോദിക്കുന്നത്, ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ അറിയുക, നമുക്കത് കാര്യങ്ങളൊരു ക്ലിയറായിട്ട് ഉത്തരം കിട്ടാനല്ലേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ക്ലയൻറ്റിനെ സഹായിക്കാനല്ലേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എന്താ അതുകൊണ്ടൊരു കുഴപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട്? സാർ, നമ്മൾ അടുത്തായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂൾ, ഇപ്പോൾ CBT അല്ലെ ബിഹേവിയർ തെറാപ്പി ഏതോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്കൂൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് അപ്പോൾ ഒരു ക്ലയൻറ്റ് അവരുടെ അടുത്ത് വരുന്നു. ക്ലയൻറ്റ് അവരുടെ അടുത്ത് വരുമ്പോൾ അവർ സെഷനൊക്കെ നടത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അവർ ഒരു 4, 5, 3, 4 ഒക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസോ ഫോം ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ജേർണലിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, എന്നെ സംബന്ധിച്ച് എനിക്ക് എഴുതാനേ ഇഷ്ടമല്ല. അപ്പോൾ എനിക്കൊരു ജേർണലിങ് ഒരാൾ തന്നാൽ ഞാൻ ആക്ടിവിറ്റി ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ ഞാൻ ഓൾറെഡി എന്നെക്കൊണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയായിരിക്കും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഇതല്ല. അവിടെ അയാൾ എനിക്ക് കുറച്ചും കൂടി പുതിയ ഉത്തരവാദിത്തങ്ങളോ ജോലികളോ തരുന്നു. അപ്പോൾ ഞാനത് എനിക്ക് മാറാൻ വേണ്ടി അത് ചെയ്യാൻ ശ്രമിക്കും. ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും പരാജയപ്പെടുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇയാളെ കാണാൻ പോകുമ്പോൾ ഇതൊക്കെ ചെയ്തില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ചിലപ്പോൾ പിന്നെ ഞാൻ തെറാപ്പിക്ക് പോവില്ല. അപ്പോൾ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ചില ക്ലയൻസ് പറയും, സൈക്കോളജിസ്റ്റൊന്നും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ പല സ്ഥലത്തും തെറാപ്പിക്ക് പോയി, പക്ഷെ ഇത് മാറ്റങ്ങളൊന്നുമില്ല എന്നൊക്കെ ഒരു സാധനമാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത് എങ്ങനെയാണ്? ഇതിലൊരു കാര്യം കൂടി ഉണ്ട്. ഈ ആക്ടിവിറ്റി ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഈ ക്ലയന്റിനെ കുറ്റപ്പെടുത്തും. ഉറപ്പായിട്ടും. കാരണം ചെയ്യാണ്ട് വന്നിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ലാവരും അല്ല, ചിലർ അങ്ങനെ. അതുകൊണ്ട് ഇതിലെന്താ അറിയോ, നമ്മൾ പലപ്പോഴും ഒരു സ്കൂളിൽ നിന്ന് പോകുമ്പോൾ, പ്രത്യേകിച്ചും ചില പ്രത്യേക സ്കൂളുകളിലുള്ള ഒരു പ്രശ്നം, അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നതൊക്കെയാണ്, അത് ചെയ്തേ പറ്റൂ എന്ന രീതിയിലേക്ക് ഒരു കമ്പൽഷൻ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ മുമ്പൊരിക്കലും പറയണ്ടായി, ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന രീതിയിൽ നമ്മൾ എടുത്താലുള്ള ഒരു പ്രശ്നം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ക്ലയൻറ്റ് സെൻറ്റേർഡ് ആവുക എന്നുള്ളതാണ്. ക്ലയൻറ്റ് സെൻറ്റേർഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹ്യൂമനിസ്റ്റിക് എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്, ക്ലയൻറ്റ് സെൻറ്റേർഡ് ആവുക എന്ന് പറഞ്ഞാൽ ഈ ക്ലയൻറ്റിന്, ഈ കൗൺസിലിക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ അറിയുക. തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അനൂപ് പറഞ്ഞ വളരെ കൃത്യമായ എക്സാമ്പിളാണ്. അനൂപിന് എഴുതാൻ ഇഷ്ടമല്ലാത്ത അനൂപിനോട് ഞാനാണ് തെറപ്പിസ്റ്റ് എങ്കിൽ ജേർണൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ ചെയ്യില്ല. അപ്പൊ പിന്നെ അത് കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കൗൺസിലിയുടെ എന്താ പറയുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വരും, ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു കാര്യം. പിന്നെ ആക്ടിവിറ്റി കൊടുക്കുന്നതുകൊണ്ട് ചില ഗുണമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം റിലാക്സേഷനും അങ്ങനെ പലതും കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, പലപ്പോഴും ഇതിൻ്റെ ഭാഗമായിട്ട് ആക്ടിവിറ്റി അവർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും JPMR പോലെയുള്ളതോ വേറെയുള്ളതൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ സെഷൻ അവർ റീവൈൻഡ് ചെയ്യും, അത് ചിലപ്പോൾ ഗുണം ചെയ്യും. പലപ്പോഴും വേറൊരു കാര്യം കൂടി തോന്നിയിട്ടുള്ള, സെഷനിലല്ല ചേഞ്ച് ഉണ്ടാവണേ, സെഷൻ കഴിഞ്ഞിട്ടാണ് വർക്കിംഗ് നടക്കണതൊക്കെ പിന്നെ ആയിരിക്കും, അത് ചിലപ്പോൾ അത് ഗുണം ചെയ്യും. പക്ഷെ അതിലൊക്കെ ഉള്ള പ്രശ്നം, ഇതെല്ലാം ഏകപക്ഷീയമായിട്ട് കൗൺസിലർ, സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ കൊടുത്തിട്ട് കാര്യമില്ല. ഈ ആൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആരാ തീരുമാനിക്കണ്ടേ? കൗൺസിലിയുടേതും കൂടി നോക്കിയിട്ട് വേണം. അപ്പോൾ അതേ സമയത്ത് ഇപ്പോൾ ഈ എഴുതാൻ മടിയുള്ള ഒരാൾ, ചിലപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് വേറെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ അവർക്ക് അത് വേണമെങ്കിൽ കൊടുക്കാം, ആവശ്യമാണെങ്കിൽ കേട്ടോ. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൗൺസിലിയുടെ കൗൺസിലിക്ക് അനുയോജ്യമല്ലാത്ത ഒരു പാക്കേജ് കൊടുക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുക.
എന്നിട്ട് ആരൊക്കെ സ്വയം കുറ്റപ്പെടുത്തണേ? കൗൺസിലിനെ തന്നെ കുറ്റപ്പെടുത്തും. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ചിലപ്പോൾ തെറപ്പിസ്റ്റും ഞാനൊരു ഫെയിലിയറാന്നുള്ള പോലെ എത്തും. അപ്പം എപ്പോഴും ഉള്ളൊരു കാര്യം, നമ്മളെപ്പോഴും ക്ലയൻറ്റിൻ്റെ കൗൺസിലിയുടെ കൂടെ പോകുക. ക്ലയൻറ്റ് സെൻറ്റേർഡ് ആയിക്കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കപ്പെടും എന്ന് തോന്നുന്നു. പിന്നെ ഹ്യൂമനിസ്റ്റിക് രീതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ ക്ലയൻറ്റിൻ്റെ കൂടെ പോകുന്നുള്ളൂ. ക്ലയൻറ്റ് തന്നെ പറയാം, ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ നമ്മൾ വേറെ വഴികൾ നോക്കണം. നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. ആര്? തെറപ്പിസ്റ്റ് എപ്പോഴും ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു സർ. സർ, അടുത്തതായിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും കൗൺസിലിംഗ് പ്രാക്ടീസിൽ സൈക്കോളജിസ്റ്റുമാരിങ്ങനെ ക്ലയൻറ്റ് അധികം സംസാരിക്കാതിരിക്കുമ്പോഴോ ചില സാഹചര്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ പ്രാക്ടീസിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഈ കുട്ടികൾ ചോദിക്കുന്നത്, ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ അറിയുക, നമുക്കത് കാര്യങ്ങളൊരു ക്ലിയറായിട്ട് ഉത്തരം കിട്ടാനല്ലേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ക്ലയൻറ്റിനെ സഹായിക്കാനല്ലേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എന്താ അതുകൊണ്ടൊരു കുഴപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട്? ഈ ചോദ്യങ്ങളെന്ന് ചോദിക്കുമ്പോഴേ ഒരു പ്രശ്നം, ചോദ്യങ്ങൾ പലപ്പോഴും ഈ എന്തിനാണ് അങ്ങനെ ഫീൽ ചെയ്യണത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. വൈ, എന്തിന്, അത്തരം ചോദ്യങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, ഒരു കുട്ടി പറയാണ്, പിന്നെ അയാൾ എന്നോട് മിണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് എന്ന് പറയുമ്പോൾ, എന്താ പേര് ഇത്ര വിഷമിക്കാനുള്ളത്, വേറെ ആൾക്കാരില്ലേ ഫ്രണ്ട്സായിട്ട്, അല്ലെങ്കിൽ ഇത് പോയാൽ വേറൊന്നും വരില്ലേ തുടങ്ങിയിട്ടുള്ള ആ എന്തിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രശ്നം ഉണ്ടാകും. അതെന്താ സംഭവിക്കുക? അങ്ങനെ ചോദിക്കുമ്പോൾ പലപ്പോഴും അവർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം അതിന് ഉത്തരമില്ലല്ലോ. എന്തിനാ സങ്കടപ്പെടണം എന്ന് ചോദിച്ചാൽ വല്ല ഉത്തരവുള്ളൂ. അപ്പോൾ അവർ ചിലപ്പോൾ അവിടെ തന്നെ ഒന്ന് ബ്ലോക്ക് ആവും. അത് പിന്നീടുള്ള മുമ്പിലേക്കുള്ള ഒരു 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 റാപ്പ് ഉണ്ടാവുന്നതിനൊക്കെ തടസ്സപ്പെടുത്തും. അതാണ് ചോദ്യങ്ങളുടെ ഒരു പ്രശ്നം. പക്ഷെ അതേ സമയത്ത് തീരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇനിയൊരു പ്രശ്നമുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിലും ചോദിക്കാൻ പാടില്ല എന്ന് വിചാരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാമല്ലോ, ആ പറഞ്ഞത് എനിക്ക് അത്ര ക്ലിയർ ആയില്ല കേട്ടോ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. അതായത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഒന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നും കൂടി വിശദമായിട്ട് പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം പൊതുവേ മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഈ പറയുന്നത് കേൾക്കലല്ല, കൂടുതൽ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്താണ്ടായേ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഇരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കരുതെന്ന് പറയാൻ കാരണം അവർ ഈ ക്ലയൻറ്റ് ചിലപ്പോൾ ഒന്നിങ്ങനെ ഒരു മുമ്പിലേക്ക് പോകാനൊരു തടസ്സം അവർക്ക് ഫീൽ ചെയ്യണം പോലെ തോന്നും. അതുകൊണ്ടാണ് അത് പറയുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചില സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കാം, ആദ്യം തന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാതെ ഇനി ഇവരെങ്ങനെയാണ് പറയുക, അവരെ സഹായിക്കാനല്ലേ എന്നുള്ള ചോദ്യമാണ് അടുത്തത്. അവിടെ നമ്മൾ പറയുന്നത് ഈ ആള് ഇപ്പം കടന്നു പോകുന്ന മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുകയും അതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്താൽ അവർ സംസാരിച്ചോളും. ഇപ്പം നമുക്ക് ഒരാളെപ്പോഴാണ് സംസാരിക്കാതിരിക്കണത്? ഒന്ന് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇമോഷണലി അത്രയും ഡിസ്റ്റർബ്ഡ് ആണ്, തീർച്ചയായിട്ടും തീരെ പറയാൻ പറ്റുന്നില്ല, അങ്ങനെയായിരിക്കും. അവിടെ നമുക്ക് ചിലപ്പോൾ എവിടെ നിന്നാ തുടങ്ങേണ്ടതെന്ന് തന്നെ അറിയണില്ല അല്ലേ, അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണല്ലേ തുടങ്ങിയിട്ടുള്ള അവരുടെ ആ സങ്കടത്തെ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ പറയാൻ തുടങ്ങും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആവശ്യം വരുന്നില്ല. അല്ല, ഇതിൽ സാർ എനിക്കൊരു പ്രശ്നം എന്താ അറിയോ, അതിലൊരു ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു ക്ലയൻറ്റ് വന്നു, അവർക്കൊരു ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എടുത്ത വഴിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടോ, ഇന്നതുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ അത് ചൈൽഡ് അബ്യൂസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ശരിക്കും ഉറങ്ങാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു തടിച്ച ഒരാൾ കിടന്നിട്ട് എന്താ പറയുക, തടി കുറയുന്നില്ല എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കൂടുതലാണല്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഈ പലപ്പോഴും ഈ ചോദ്യങ്ങൾ പോലും ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണോ സാറിന്? അതായത് ചോദ്യത്തിന്റെ ഒരു പ്രശ്നം എന്താ, എന്തിനാ ചോദ്യം ചോദിക്കണേ? നമ്മുടെ ഉത്തരം കിട്ടാൻ, നമ്മുടെ ഉത്തരം എന്തിനാ? നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. എന്തിനാ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ ക്ലിയർ ആക്കാൻ. അതെ. അപ്പോൾ ഇവിടെ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പല ക്വസ്റ്റ്യൻസും ഉണ്ടാവുന്നത് തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ ഉത്തരം പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പോൾ അത് ജഡ്ജ്മെന്റലാണ്. കാരണം നമ്മൾ ആ ഉത്തരം ഉണ്ടാവാനാണ് ചോദിക്കുന്നത്. അതാണ് ഈ ചോദ്യങ്ങളുടെ ഒരു പ്രശ്നം. നമ്മൾ ആൾറെഡി ഒരു പൊസിഷൻ എടുത്തിട്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുക കൂടുതലാണല്ലേ,
ഭക്ഷണം കഴിക്കുക കൂടുതലാണോ അല്ലേ എന്നുള്ളതല്ലല്ലോ അവിടുത്തെ. നമ്മൾ ആൾറെഡി എടുത്ത പൊസിഷൻ എന്താ, ഈ ആള് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് തടിച്ചിരിക്കുന്നത് എന്ന പൊസിഷൻ എടുക്കണില്ലേ. തീർച്ചയായിട്ടും ഇത്തരം സട്ടിലായിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇതൊക്കെ കൗൺസിലിയെ ബാധിക്കും ചെയ്യും. കൗൺസിലിക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ തോന്നുന്നത്, ആക്ച്വലി തടിച്ചിട്ടുള്ള ഒരാളാണ്, വിഷമം തോന്നും. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചോണ്ടാവില്ല, അതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാം. അപ്പൊ അവര് നോക്കൂ, അവര് മറ്റുള്ളവരൊക്കെ ഇത് ചോദിച്ചിട്ട് ഇത് കേട്ടിട്ട് വരുന്ന ഒരാളോട് ഇനിയും തന്നെ ചോദിച്ചാലോ, അങ്ങനെയുള്ള കുറെ പ്രശ്നം ആ പ്രോസസ്സിനെ ബാധിക്കും അത്തരം ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കാൻ പറയുന്നത് തുടക്കത്തിലെങ്കിലും. തീർച്ചയായിട്ടും കുറെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ സ്കിൽഡ് ആവും. അത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതെ തന്നെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, ഒരു റാപ്പ് ഉണ്ടാവാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങും, മുന്നോട്ട് പോകാനുള്ള അവസ്ഥ ഉണ്ടാവും. പറ്റും. ഓക്കെ, താങ്ക് യു സാർ. അടുത്തതായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ജയസൂര്യ ഇപ്പോൾ അടുത്തൊരു കുറച്ച് മുമ്പ് വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതിൽ ഭയങ്കര ഒരു ഡയലോഗുണ്ട്, ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ ഇപ്പോൾ ആളുകൾ കുറേ വ്യക്തികൾ കരുതുന്നത് ഒരാളേനെ എന്താ പറയുക ഇൻസൾട്ട് ചെയ്താലാണ് അവർ ആ ഇൻസൾട്ടിനെതിരായിട്ട് വിജയിച്ച് വരും, അങ്ങനെയാണ്. അപ്പോൾ ഇൻസൾട്ടൊക്കെ കിട്ടിയ ആൾക്കാർ മാത്രമേ ലൈഫിൽ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു പണ്ടുണ്ടായിരുന്നൊരു സാധനമാണ്, ഒരാളെ ബുദ്ധിമുട്ടിലൂടെ കടത്തി വിട്ടാലേ, അല്ലെങ്കിൽ എന്താ പറയുക പണ്ട് സ്കൂളിലേക്ക് നടന്നു പോയവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ, കടന്നു വന്നാൽ കഷ്ടപ്പാട് അനുഭവിച്ചവരെ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ എന്നൊക്കെയുള്ള സാധനത്തിൻ്റെ വേറൊരു വേർഷനാണ്. അതിപ്പോൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സാധനമാണ്. ക്ലയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ട്. അത് ശരിക്കൊരു വളരെ നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിന് അങ്ങനെ ഒരു നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ? ശരിക്കും തിയറിറ്റിക്കലി മനഃശാസ്ത്രത്തിൻ്റെ ഏത് തിയറി എടുത്ത് നോക്കിയാലും ഒരിക്കലും ഒരു ഇൻസൾട്ടും ഒരിക്കലും ഒരു നെഗറ്റീവ് പോസിറ്റീവ് എന്നല്ല, ഒരു മനുഷ്യന് സുഖകരമല്ലാത്ത ഒരനുഭവവും അയാളെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കില്ല. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ പറയുന്നത് എന്തുകൊണ്ടാണ്, ഇപ്പോൾ പഴയ MT കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, ഈ തൂണുമ്പിൽ കെട്ടിയിട്ടാണ് എന്നെ തല്ലിയത്, ആ തറവാട് ഞാൻ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്ന കുറേ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറേ രീതിയുണ്ട്. പഴയ ഈ എന്താ പറയുക പണ്ട് അനുഭവിച്ചതിനൊക്കെ പ്രതികാരം ചെയ്യാൻ വരിക, അതിൽ നിന്ന് കരുത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഒരു വളരെ കാൽപ്പനികമായൊരു ഇത് മാത്രമാണ്. ഒരു മനുഷ്യനും തനിക്കുണ്ടായ തിക്ത അനുഭവങ്ങളിൽ നിന്ന് ശക്തി എടുക്കുന്നില്ല. എത്ര സക്സസ്ഫുൾ ആയാലും അയാളെ അത് ഹോണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും എന്നാണ് പൊതുവേ പറയാൻ പറ്റുന്ന ഒരു കാര്യം. എന്നാൽ അതേ സമയത്ത് അയാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സമാനമായതോ അല്ലെങ്കിൽ മറ്റുള്ളതോ ആയിട്ടുള്ള ഈ മുമ്പിലേക്ക് നടക്കാൻ സഹായിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ മുമ്പോട്ട് നടക്കാൻ സഹായിച്ച അനുഭവങ്ങളായിരിക്കും പലപ്പോഴും അയാൾ, അതുകൊണ്ടായിരിക്കും അയാൾ മുമ്പിലേക്ക് പോയത്, അതുകൊണ്ടായിരിക്കില്ല. അപ്പോൾ ഒരിക്കലും ഈ ഇൻസൾട്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാവാൻ സഹായിക്കും എന്ന് തോന്നുന്നു. പിന്നെ സിനിമകളുടെയൊക്കെ ഒരു വലിയ സ്വാധീനം വലിയ പ്രശ്നമാണ്. പലപ്പോഴും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇത് മാത്രമല്ല, മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖലയാണല്ലോ ഈ മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ, നമ്മളെ അറിയുക, മനുഷ്യനെ അറിയുക. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കാണാൻ പറ്റും. ഒരു തിക്തമായ അനുഭവം ഉണ്ടായി എന്നുള്ളത് കൊണ്ടൊന്നും അയാൾ സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല. അതുപോലെ ജീവിതത്തിൽ കഠിനമായ വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ചവരൊക്കെ വിജയിച്ചു എന്നും പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഉണ്ടാവുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ പിക്കിംഗ് ആണ്. ഇത്തരം നമ്മളുടെ ഒരു നിലപാടിനെ സാധൂകരിക്കാനുള്ള സംഭവങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുകയും വേറെ തിക്താനുഭവങ്ങളിൽ ഒരുപാട് ജീവിതത്തിൽ എവിടെ എത്താണ്ടേ പോയുണ്ടാവില്ലേ, അതെന്താ എടുക്കാത്ത? അപ്പൊ അങ്ങനെയാണ് ഇതിനെയൊക്കെ മഹത്വവൽക്കരിക്കപ്പെടുന്നത്. വളരെ സുഖകരമായ അവസ്ഥയിൽ ജീവിച്ചവരൊക്കെ നശിച്ചുപോയി എന്നിപ്പുറത്ത് പറയാ. ഇങ്ങനെയുള്ളത് രണ്ടും കൃത്യമായി പരിശോധിച്ചിട്ടൊന്നല്ല പറഞ്ഞത്. അപ്പം നമ്മുടെ നിലപാടിനെ സാധൂകരിക്കാൻ ആവശ്യമായ കുറെ കാര്യങ്ങൾ എടുത്ത് പറയലാണ്. ഞാൻ വീണ്ടും പറയുന്നത്, മനഃശാസ്ത്രത്തിന്റെ ഒരു തിയറി വെച്ചിട്ട് നോക്കിയാലും തിക്തമായ അനുഭവം, എനിക്കിഷ്ടമല്ലാത്ത ഒരനുഭവം എന്നെ മുമ്പോട്ട് നയിക്കാൻ സഹായിക്കില്ല. തീർച്ചയായിട്ടും. അതേ സമയത്ത് എനിക്ക് കോൺഫിഡൻസ് തന്ന, എനിക്ക് സന്തോഷം തന്ന അനുഭവങ്ങളാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജമായി മാറാറുള്ളൂ. അത് നമുക്ക് ആലോചിച്ചറിയാം. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ത്രെട്ട് വന്നാൽ നമ്മൾ ആദ്യം പോവുക നമുക്കുണ്ടായ നെഗറ്റീവ് എക്സ്പീരിയൻസിലേക്കാണ്. തീർച്ചയായിട്ടും. അസുഖകരമായ അനുഭവത്തിൽ നിന്നുള്ള എനിക്ക് ആ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അസുഖകരമായ അനുഭവങ്ങളിലേക്കായിരിക്കും. അതേ സമയത്ത്
നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് നമ്മളുടെ തന്നെ നമുക്ക് തന്നെ കോൺഫിഡൻസ് തോന്നിയിട്ടുള്ള, നമുക്ക് തന്നെ സന്തോഷം തോന്നിയിട്ടുള്ള, നമുക്ക് തന്നെ നമ്മൾ തിരക്കടൊന്നുമില്ല എന്ന് തോന്നിയ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ മുമ്പിലേക്ക് പോയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വല്ലാതെ ഈ ആഘോഷിക്കുന്നത് വലിയ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും സാർ. എനിക്ക് ഇപ്പം ഞാനത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത് സപ്പോർട്ടീവായിട്ടുള്ള പ്രോത്സാഹനം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എന്നാണ് സാർ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് ഇൻസൾട്ട് കൊണ്ടോ വേറൊരാളുമായി കമ്പയർ ചെയ്ത് കുറ്റപ്പെടുത്തി കളിയാക്കിയത് കൊണ്ടോ ഒന്നും ഗ്രോത്ത് ഉണ്ടാവില്ല. അത് ആ വ്യക്തിയെ കൂടുതൽ തളർത്തുള്ളൂ എന്നുള്ളതാണ് സാർ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നൊക്കെ പറയുന്ന ഒരു മേഖലയിൽ നിന്നും കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുക പോസിറ്റീവ് സ്ട്രോക്സ് എന്ന്. അതായത് ഒരാളുടെ നല്ല അനുഭവങ്ങളെയാണ് നമ്മൾ അംഗീകരിക്കുന്നതെങ്കിൽ ആ അംഗീകാരം എടുത്തുകൊണ്ട് ആണ് അവർ വളരുക. തീർച്ചയായും. മറ്റേതിലല്ല വളരുക. അപ്പോൾ എപ്പോഴും അത്തരത്തിലുള്ള പോസിറ്റീവായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സുഖകരമായ അനുഭവങ്ങളും കോൺഫിഡൻസ് ഉണ്ടാക്കിയ അനുഭവങ്ങളൊക്കെ ആയിരിക്കും മുമ്പിലേക്ക് പോകാൻ സഹായിക്കും. താങ്ക്സ്.